ടീച്ചറിൻ്റെ കുഞ്ഞുമക്കൾക്ക് സുഖമാണോ? സുഖമാണോ? സുഖമാണ്. എന്തൊക്കെയുണ്ട് വിശേഷം? പറ. നല്ല വിശേഷം. ടീച്ചറിനും സുഖമാണ്, നല്ല വിശേഷം. അപ്പം എൻ്റെ കുഞ്ഞുമക്കളൊക്കെ സുഖമായിട്ടിരിക്കുന്നു എന്ന് അറിഞ്ഞതിൽ സന്തോഷമുണ്ട് കേട്ടോ. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് കടന്നാലോ? ക്ലാസ് എടുക്കാം. എല്ലാ ദിവസവും ടീച്ചർ ക്ലാസ് എടുത്ത് മാത്രം പോവുകയാണല്ലേ? അല്ലേ? എല്ലാ ദിവസവും അക്ഷരം പഠിപ്പിക്കുന്നു, അത് മാത്രമുള്ളോ ടീച്ചറെ? അല്ലേ? അക്ഷരമൊക്കെ ഞങ്ങൾ പഠിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് ഇഷ്ടമൊക്കെയാണ്. പക്ഷെ എന്തെങ്കിലും കൊച്ചു കാര്യങ്ങളൊക്കെ വേണ്ടേ അല്ലേ? എന്നാലല്ലേ ഒരു രസം ഉണ്ടാവുള്ളൂ ക്ലാസ്സിന്, അല്ലേ? അപ്പോൾ ടീച്ചർ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളും കൂടെ പറഞ്ഞു തരാം ഇന്നു മുതൽ. കുഞ്ഞു മക്കൾക്ക് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ. ഓക്കെ, കേൾക്കാം. വലിയ വലിയ കാര്യങ്ങളൊന്നും നമ്മളിപ്പോൾ ചിന്തിക്കണ്ട. കുഞ്ഞു മക്കളാണ് നിങ്ങൾ, ടീച്ചറിൻ്റെ മുമ്പിലിരിക്കുന്ന ടീച്ചറിൻ്റെ കുഞ്ഞു മക്കളാണ്. അപ്പോൾ കുഞ്ഞു കാര്യങ്ങൾ നമുക്കറിയാം. കുഞ്ഞു കുഞ്ഞു മെസ്സേജുകൾ ടീച്ചർ തരാം. ഓക്കെ, അപ്പം അതുപോലെ വീട്ടിൽ ചെയ്യണം കേട്ടോ. നല്ല കുട്ടികളാവാനുള്ളതാണ്. ഇപ്പോഴും നല്ല കുട്ടികളാണ്, കുറച്ചും കൂടെ നല്ല മിടുക്കന്മാരും മിടുക്കികളും ആവണം. അതിന് വേണ്ടിയിട്ടാണ് ടീച്ചർ കുറച്ച് നല്ല നല്ല മെസ്സേജുകൾ പറയുന്നത്. ഇനി ടീച്ചർ ആദ്യമായിട്ട് പറയാൻ പോകുന്നൊരു മെസ്സേജ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. ടീച്ചർ പറയുന്നത് ശ്രദ്ധിച്ചിരുന്നാലാണ് അത് ക്ലിയർ ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ. ടീച്ചർ പറയുന്നത് ശ്രദ്ധയോടെ കേട്ടിരിക്കണം, അപ്പോഴാണ് ഓരോ വാക്കുകൾ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ടീച്ചർ അങ്ങോട്ട് പറയുന്നത് ഞാൻ ടീച്ചർ തിരിച്ച് ചോദിക്കും, അപ്പോൾ ടീച്ചറിന് പറഞ്ഞു തരണം. അതിന് ശ്രദ്ധിച്ചിരിക്കണം. ഓക്കെ, ടീച്ചർ ചെറിയൊരു മെസ്സേജ് തരാൻ പോകുന്നത് ഒരു ചെറിയ പഴഞ്ചൊല്ലാണ്. പഴയ നമ്മുടെ അപ്പൂപ്പന്മാരും അമ്മൂമ്മമാരും ഒക്കെ പറഞ്ഞിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ചൊല്ലുകളാണ്. അവർ പറഞ്ഞിട്ടുള്ള കുറച്ച് നല്ല നല്ല കാര്യങ്ങളാണ് ഒരെണ്ണം പറഞ്ഞു തരാൻ പോകുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലേ, ചൊട്ടയിലെ ശീലം ചുടല വരെ. എന്താണ്? മനസ്സിലായില്ല അല്ലേ? കേട്ടിരിക്കണം കേട്ടോ. ചൊട്ടയിലെ ശീലം ചുടല വരെ. എന്താണ്? ഒന്നും കൂടെ പറയട്ടെ ടീച്ചർ, അപ്പോൾ ഒന്നും കൂടെ ക്ലിയർ ആവും. ചൊട്ടയിലെ ശീലം ചുടല വരെ. മനസ്സിലായോ? ചൊട്ടയിലെ ശീലം ചുടല വരെ എന്ന് പറഞ്ഞാലേ എന്താ അർത്ഥമാക്കണേന്നറിയോ? എന്താ അർത്ഥമെന്ന് വല്ലതും പിടികിട്ടിയോ? വല്ലതും പിടികിട്ടിയോ? ടീച്ചർ ഒന്നുകൂടെ പറയട്ടെ, എന്നിട്ട് അതിൻ്റെ അർത്ഥം പറഞ്ഞുതരാം. ചൊട്ടയിലെ ശീലം ചുടല വരെ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എന്നറിയോ? നിങ്ങളിപ്പോൾ കുഞ്ഞു മക്കളല്ലേ നിങ്ങൾ ടീച്ചറിൻ്റെ മുമ്പിലിരിക്കുന്നത്? ആണോ? കുഞ്ഞുമക്കളല്ലേ? മിടുക്കന്മാരും മിടുക്കികളൊക്കെ അല്ലേ? ആണ്. അപ്പോൾ ഈ കുഞ്ഞിതായിരിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന കുറേ ശീലങ്ങളുണ്ട് അല്ലേ? നല്ല നല്ല കാര്യങ്ങൾ. എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുന്ന ശീലങ്ങൾ? സാധാരണ രീതിയിൽ ശീലങ്ങൾ എന്തൊക്കെയാണ് നിങ്ങളുടെ ഹാബിറ്റ്സ്? രാവിലെ എഴുന്നേൽക്കുന്നു, പ്രാർത്ഥിക്കുന്നു, പല്ല് തേക്കുന്നു അല്ലേ? അത് കഴിഞ്ഞിട്ട് പഠിക്കാനിരിക്കുന്നു. അതൊക്കെ നിങ്ങളുടെ ശീലങ്ങളാണല്ലേ? നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കുറേ നല്ല നല്ല കാര്യങ്ങളാണ് അല്ലേ? രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഓർഡറായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ എല്ലാവരും പല്ല് തേക്കാറുണ്ടോ? ഉണ്ട് അല്ലേ? കുളിക്കാറുണ്ടോ? ഉണ്ട്. ഭക്ഷണം കഴിക്കാറുണ്ടോ? ഉണ്ട്. നല്ല ഡ്രസ്സ് ഇട്ടിട്ടല്ലേ നമ്മൾ സ്കൂളിലേക്ക് പോകുന്നത് അല്ലേ? സ്കൂളിലേക്ക് പോകുന്ന നല്ല ഡ്രസ്സ് ഇട്ടിട്ടല്ലേ? ഇതൊക്കെ നമ്മുടെ ശീലങ്ങളാണ്. എല്ലാ ദിവസവും നമ്മൾ ഉറങ്ങാറുണ്ടോ? എല്ലാ ദിവസവും ഉറങ്ങില്ലേ? നമ്മൾ രാത്രി ഉറങ്ങില്ലേ? അപ്പോൾ രാവിലെ എഴുന്നേറ്റ് പല്ല് തേക്കാറുണ്ട്, കുളിക്കാറുണ്ട്, ഭക്ഷണം കഴിക്കാറുണ്ട്, ഉറങ്ങാറുണ്ട് അല്ലേ? ഇതൊക്കെ നമ്മുടെ നല്ല നല്ല ഗുഡ് ഹാബിറ്റ്സ് ആണ്. എന്താണ്? നല്ല നല്ല ശീലങ്ങളാണ് അല്ലേ?
അപ്പോൾ ഇത് എവിടം വരെ ഉണ്ടാവുന്ന പറയണേ? നമ്മൾ നല്ല നല്ല കാര്യങ്ങൾ ശീലിച്ചു കഴിഞ്ഞാൽ ചുടല വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മരിച്ചു പോകുന്നവരെ നമ്മൾ കുഞ്ഞായിരിക്കുമ്പോൾ നമ്മൾ നല്ല കാര്യങ്ങൾ ശീലിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് പോകുന്നത് വരെ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും, അല്ലേ? അങ്ങനെയല്ലേ? മോശമാണ് നമ്മൾ ശീലിക്കണമെങ്കിലോ മോശം കാര്യങ്ങളായിരിക്കും നമ്മുടെ കൂടെ ഉണ്ടാവുക. നമുക്ക് മോശം കാര്യങ്ങളൊന്നും വേണ്ടല്ലോ, അല്ലേ? മിടുക്കന്മാരും മിടുക്കികളുമാണ്, അല്ലേ? ടീച്ചറിൻ്റെ കുഞ്ഞുമക്കള് മിടുക്കന്മാരാണ്, മിടുക്കികളാണ്. അപ്പോൾ കുഞ്ഞു കുഞ്ഞ് നല്ല നല്ല ശീലങ്ങളാണ് ടീച്ചറിൻ്റെ മക്കൾക്ക് വേണ്ടത്. അപ്പം ഈ പഴഞ്ചൊല്ല് ഏതാണെന്ന് മനസ്സിലായോ? ചൊട്ടയിലെ ശീലം ചുടല വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ നമ്മൾ കുഞ്ഞായിരിക്കുമ്പോൾ നമ്മൾ ചെയ്ത് 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 നമ്മൾ ശീലിക്കുന്ന കുറേ കാര്യങ്ങൾ നമ്മൾ മരിച്ചു പോകുന്നവരെ നമ്മുടെ കൂടെ ഉണ്ടാകും, അല്ലേ? നമ്മൾ എന്ത് കാര്യമാണോ ചെയ്യുന്നത് അതൊക്കെ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. അപ്പം നമ്മൾ എങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണം? നല്ല കാര്യങ്ങൾ ചെയ്യണോ മോശം കാര്യങ്ങൾ ചെയ്യണോ? എങ്ങനെയുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? നല്ല കാര്യങ്ങൾ ചെയ്യണം, അല്ലേ? നല്ല നല്ല ശീലങ്ങൾ, ഗുഡ് ഹാബിറ്റ്സ് ആണ് നമ്മൾ പഠിക്കേണ്ടത്, അല്ലേ? രാവിലെ എഴുന്നേൽക്കുമ്പോൾ പ്രാർത്ഥിക്കണം, അല്ലേ? ഒന്ന് കണ്ണടച്ചിരുന്ന് പ്രാർത്ഥിക്കണം. ഈശ്വരന് നന്ദി പറയണം, ദൈവത്തിന് നന്ദി പറയണം. എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ എഴുന്നേറ്റ് ഉടനെ ബെഡിലിരുന്നിട്ട് ഈശ്വര നന്ദി, ദൈവമേ നന്ദി, അത് പറയണം. അപ്പം അതൊരു നല്ല ഹാബിറ്റ്സാണത്, നല്ലൊരു ഹാബിറ്റാണത്, ഗുഡ് ഹാബിറ്റാണത്, നല്ലൊരു ശീലമാണ് കേട്ടോ. അപ്പം ആ ശീലം മുടക്കരുത്. ഇതുപോലെ നമ്മൾ ചെയ്യുന്ന മറ്റ് നല്ല നല്ല എന്താണ് ഗുഡ് ഹാബിറ്റ്സ്, നല്ല നല്ല ശീലങ്ങൾ മുടക്കരുത് കേട്ടോ. എല്ലാ ദിവസവും ചെയ്യണം. എന്നാലാണ് മിടുമിടുക്കരും മിടുമിടുക്കികളും മിടുമിടുക്കന്മാരും ആകുള്ളൂ. ഓക്കെ, ടീച്ചറെന്ന് പറഞ്ഞ പഴഞ്ചൊല്ല് ഏതാ? ചൊട്ടയിലെ ശീലം ചുടല വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുഞ്ഞായിരിക്കുമ്പോൾ തൊട്ട് ചെയ്യുന്ന ശീലങ്ങൾ, ഗുഡ് ഹാബിറ്റ്സ് നമ്മൾ മരിക്കുന്നവരെ നമ്മുടെ കൂടെ ഉണ്ടാവും. അപ്പോൾ കുഞ്ഞായിരിക്കുമ്പോൾ, ഇപ്പം നിങ്ങൾ കുഞ്ഞുമക്കളാണ്, ഇപ്പോഴേ നല്ല നല്ല കാര്യങ്ങൾ ശീലിക്കണം. ഞാൻ വലുതായിട്ട് പ്രാർത്ഥിക്കാം, വലുതായിട്ട് പല്ല് തേക്കാം. വലുതായിട്ട് പല്ല് തേക്കുമ്പോൾ എന്താ പ്രശ്നം? പല്ലൊക്കെ ചീത്തയായിപ്പോവും, അല്ലേ? അപ്പം എന്ത് ചെയ്യണം? കുഞ്ഞായിരിക്കുമ്പോഴേ പല്ല് വന്ന് തുടങ്ങുമ്പോഴേ, പല്ലൊക്കെ നിങ്ങൾക്ക് വന്ന് തുടങ്ങില്ലേ, അപ്പോഴേ പല്ല് തേക്കണം. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഇരുന്ന് പ്രാർത്ഥിക്കണം, ഈശ്വരന് നന്ദി പറയണം, ദൈവത്തിന് നന്ദി പറയണം. പിന്നെ എല്ലാ ദിവസവും കുളിക്കണം. നമ്മൾ വൃത്തിയാവണ്ടേ? നല്ല ക്ലീനായിട്ട് നല്ല നീറ്റായിട്ട് നമ്മൾ ഇരിക്കണം, നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കണ്ടേ? അതെന്താ ചെയ്യണ്ടേ? എല്ലാ ദിവസവും കുളിക്കണം. അങ്ങനെയുള്ള ശീലങ്ങൾ, നല്ല നല്ല ശീലങ്ങൾ കുഞ്ഞായിരിക്കുമ്പോൾ നമ്മൾ ശീലിച്ചാൽ വലുതാകുമ്പോഴും ആ നല്ല ശീലങ്ങൾ നമ്മളുടെ കൂടെ തന്നെ ഉണ്ടാവും. നമ്മളത് ശീലിച്ച് ശീലിച്ച് പോകും. അതുപോലെ ചെയ്യേണ്ട ഒരു ശീലമാണ് പഠിക്കണം. എന്താണ്? പഠിക്കണം. പഠിക്കും എല്ലാവരും? പഠിക്കുന്നുണ്ട്, ടീച്ചറിനെ അറിയാം കേട്ടോ. അതുകൊണ്ടാണ് ടീച്ചർ ചോദിച്ച എല്ലാ അക്ഷരങ്ങളും നിങ്ങൾക്ക് ചട്ടപ്പട്ടേന്ന് പറയാൻ പറ്റിയത്, അല്ലേ? ടീച്ചർ ചോദിച്ച ഓരോ അക്ഷരങ്ങളും ചട്ടപ്പട്ടേന്ന് നിങ്ങൾ ഉത്തരം പറഞ്ഞു. പഠിക്കുന്ന കുട്ടികളായതുകൊണ്ടാണ് കേട്ടോ. അപ്പം ശ്രദ്ധിക്കുക, ചട്ടയിലെ ശീലം ചുടല വരെ. നമ്മൾ ശീലിക്കുന്ന, കുഞ്ഞായിരിക്കുമ്പോൾ ശീലിക്കുന്ന കാര്യങ്ങൾ അങ്ങേയറ്റം വരെ, നമ്മൾ മരിക്കുന്നത് വരെ, നമ്മൾ വയസ്സൊക്കെ ആയിട്ടല്ലേ മരിക്കുള്ളൂ, അല്ലേ? വലിയ പ്രായമായി അപ്പൂപ്പന്മാരും അമ്മൂമ്മമാരും ഒക്കെ ആയിട്ട് നമ്മൾ മരിക്കുള്ളൂ. അപ്പം അതുവരെ നമ്മൾ
നല്ല ശീലമുള്ളവരായിരിക്കണം. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പോഴേ നിങ്ങളിപ്പോൾ കുഞ്ഞു മക്കളാണ്, ഇപ്പോഴേ നിങ്ങൾ നല്ല കാര്യങ്ങൾ ശീലിക്കണം. ഓക്കെ ഓക്കെ ആണോ? മനസ്സിലായോ? നമുക്കപ്പോൾ ക്ലാസ്സിലേക്ക് കടന്നാലോ? നെക്സ്റ്റ് ലെറ്റർ ഏതാണെന്നൊന്ന് നോക്കിയാലോ? ഓക്കെ, നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന അക്ഷരമാണ്. നമ്മൾ ഇത്രയും ദിവസം ഏതൊക്കെ അക്ഷരങ്ങളാണ് പഠിച്ചേ? റാ പഠിച്ചു, താ പഠിച്ചു, ന, പ, വ. ഇത്ര അക്ഷരങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഇനി അതിനോട് ചേർന്ന് വരുന്ന പഠിക്കാൻ എളുപ്പമുള്ള ഒരക്ഷരം ടീച്ചർ കാണിച്ചു തരാം. കണ്ടോ? ഇതാണ് ആ അക്ഷരം. ടീച്ചർ ഇങ്ങനെ അക്ഷരം മാത്രം കാണിച്ചാൽ ഞങ്ങൾ എങ്ങനെ അറിയാനാണല്ലേ? അല്ലേ? ടീച്ചർ അക്ഷരം കാണിച്ചിട്ട് കാര്യമില്ല, പറയാം. ഇതാണ് അക്ഷരം. നോക്കിക്കോളൂ കേട്ടോ. ടീച്ചർ എഴുതി കാണിക്കാം. ഇവിടെ എഴുതുന്നതും ഇവിടെ കാണിച്ചതും ടീച്ചർ എഴുതുന്നതും ഒരക്ഷരമാണ് കേട്ടോ. ശ്രദ്ധിക്കുക. കണ്ട അല്ലേ? ടീച്ചർ ഈ പേപ്പറിൽ കാണിച്ചിരിക്കുന്നതും ബോർഡിൽ എഴുതിയതും ഒരേ അക്ഷരമാണ് അല്ലേ? ഈ അക്ഷരമാണ് രാ. ശ്രദ്ധിക്കണം. ആദ്യം നമ്മൾ പഠിച്ചത് റാ ആണ്. റാ മനസ്സിലായോ? ടീച്ചർ പറയുമ്പോൾ നാവും ചുണ്ടും ശ്രദ്ധിക്കണം കേട്ടോ. നാവ് എങ്ങനെയാന്ന് ശ്രദ്ധിക്കണം. അപ്പോഴാണ് ആ അക്ഷരങ്ങൾ തമ്മിൽ നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലാകുള്ളൂ. ടീച്ചർ ആദ്യം പഠിപ്പിച്ച അക്ഷരം റാ. എന്താണ്? റാ. നമ്മളത് ഓപ്പണായിട്ട് പറയണം. റാ. കണ്ടോ? ഇത് പറയുമ്പോൾ രാ. നാവ് മുട്ടുന്നത് കണ്ടോ? നാവ് മുട്ടുന്നത് ശ്രദ്ധിച്ചോ? അപ്പോഴാണ് വ്യത്യാസം മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ രണ്ടും നിങ്ങൾ ഒരേപോലെ തന്നെ പറയും. ആദ്യം ടീച്ചർ പഠിപ്പിച്ച അക്ഷരം റാ. ഓക്കെ. ഇപ്പൊ ടീച്ചർ പഠിപ്പിച്ച അക്ഷരം രാ. രമ, രവി, രാവ്, രാത്രി. കണ്ടോ? രാ. എന്താണ്? രാ എന്ന് പറഞ്ഞേ. ആദ്യം നമ്മൾ പഠിച്ച അക്ഷരം റായാണ് നമ്മൾ പഠിച്ചത്. റാ. അതുപോലെ തന്നെ നമ്മൾ എഴുതുന്നതാണ്. എളുപ്പമാണ്. റാ എഴുതി കൈയെടുക്കരുത്. കണ്ടോ? രാ. എന്താണ്? രാ. ആദ്യത്തേത് റാ, രണ്ടാമത്തേത് രാ. രമ, രവി, രാവ്, രാത്രി. ടീച്ചർ വാക്കുകൾ പറയുന്നത് കേട്ട് പേടിക്കണ്ട. വാക്കുകളൊക്കെ നമുക്ക് പിന്നെ പഠിക്കാം. ഇപ്പം നമുക്ക് അക്ഷരങ്ങൾ ഓരോന്ന് പഠിക്കാം. ഇതിനകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ടീച്ചർ അക്ഷരങ്ങൾ വാക്കുകൾ പറഞ്ഞത് ഓർത്ത് ടെൻഷൻ അടിക്കണ്ട കേട്ടോ. നിങ്ങൾക്കത് കിട്ടാൻ വേണ്ടിയിട്ട്, അക്ഷരം മനസ്സിലാകാൻ വേണ്ടിയിട്ട് ടീച്ചർ വാക്ക് പറഞ്ഞതാണ്. ഓക്കെ. അപ്പോൾ ആദ്യം നമ്മൾ പഠിച്ച അക്ഷരമാണ്. 2 ലൈനിൽ എഴുതാം നമുക്ക്. ആദ്യം നമ്മൾ പഠിച്ച അക്ഷരം റാ. എന്താണ്? റാ. തുറന്ന് ഓപ്പണായിട്ട് പറയണം. റാ. കണ്ട? അടുത്ത് ശ്രദ്ധിച്ചേ. റാ പോലെ തന്നെ എഴുതിയിട്ട് കൈയെടുക്കാതെ എഴുതണം. ഇതാണ് രാ. എന്താണ്? രാ. കിട്ടിയോ? രണ്ടക്ഷരം പഠിച്ചില്ലേ ഇപ്പോൾ? റാ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഇപ്പം രായും കൂടെ പഠിച്ചു. രാ. ടീച്ചർ എപ്പോഴും പറയാറുള്ള പോലെ ഉറക്കെ പറഞ്ഞ് എഴുതി പഠിക്കണം. അപ്പോഴാണ് മനസ്സിൽ പതിയുള്ളൂ. 6ാമത്തെ അക്ഷരമാണ് നമ്മൾ പഠിക്കുന്നത്. മറക്കരുത് കേട്ടോ. ഓക്കെ. ഒന്നും കൂടി ടീച്ചർ എഴുതാം, ഒന്നും കൂടെ പറയാം. ശ്രദ്ധിച്ചിരിക്കാം. ആദ്യം നമ്മൾ പഠിച്ച അക്ഷരം റാ. ഇതെന്താണ്? റാ. ഇപ്പൊ പഠിച്ചത് റാ എഴുതിയിട്ട് കൈയെടുക്കാതെ ഉള്ളിലേക്ക് കൊണ്ടുപോവുക. രാ. എന്താണ്? രാ.
പുതിയ അക്ഷരം ഏതാണ് പഠിച്ചത്? രാ. രാ. ക്ലിയർ ആയില്ലേ? അടുത്ത ക്ലാസ്സിൽ കാണാലോ. ബൈ.